സെയിൽസിൻ്റെ ആദ്യത്തെ അവസാനത്തെയും പാഠങ്ങൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇനി മുതൽ ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ കമ്പനിയെ വളർത്താൻ പോകുന്നത്. ഈ അമ്പലത്തിന് കുത്തിട്ട് പിന്നല്ലാതെ എടാ, ഏത് സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് നീ ഫീൽഡിൽ കണ്ടേക്കുന്നത്? എല്ലാവരും പോയി ഒപ്പിട്ടേച്ച് ഏതെല്ലാം അമ്പലത്തിൻ്റെ പള്ളിയുടെ തള്ളത്ത് വന്നിരിക്കും. അത് സാറേ നമ്മളിവിടെ ഇരുന്ന ട്രാക്കിംഗ് ഉണ്ടാകത്തില്ലേ, അതുപോലെ ഞാൻ മാനേരം പിടിക്കുന്നില്ല. എടാ, അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ? എൻ്റെ അച്ഛൻ എറണാകുളത്ത് ഊബർ ഓടിക്കും. ഞാൻ രാവിലെ എൻ്റെ ഫോൺ എടുത്ത് പുള്ളിയുടെ കൊടുത്തു വിടും. പിന്നെ ട്രാക്കിംഗ് ഒക്കെ പുള്ളി നോക്കിക്കോളും. പിന്നെ നീ പറഞ്ഞ മാനേജർ, നീ അങ്ങോട്ട് നോക്കി. ആ കിടക്കുന്നത് നമ്മുടെ മാനേജർ. ഭയങ്കര കൊത്. മനോജേ, പുതിയ പയ്യനാണോ? ആ, പുതിയ ആളാ സാറേ. ഓ, പ്രഷർ, ഭയങ്കര പ്രഷർ. പ്രഷറാ. നമസ്തേ. സിനിമ ഇങ്ങോട്ട് കാശ് തന്നെയുള്ളൂ. നിന്റെ വീട്ടിൽ കയറിയാൻ പണി നിനക്ക് അറിയത്തില്ല. ഞാനായിരുന്നു കാണിച്ചു തരാം നിന്റെ പാവ സുനിമ കളക്ഷൻ ഏജന്റ്. പേടിക്കേണ്ടത് ബൈക്കിന്റെ ഓണാ. മണേട്ടാ, പുതിയ ആളാണോ? ആ, അവന് ഉത്തേജക മരുന്നിന്റെ സെയിൽസ് എക്സിക്യൂട്ടീവാ. അതിൻ്റെ ഒരു മിനുവിനിപ്പോൾ ഉണ്ട്. ആ, ഇത് നല്ലോണം അല്ലേ? അത് ആയുർവേദ മെഡിക്കൽ റെപ്പാ. ഇന്ന് അത്ര വിൽക്കുന്ന ലീവാന്ന് തോന്നുന്നു. അല്ല, രണ്ടും കൂടെ ഒരുമിച്ച് അടക്കുന്നത്. അപ്പം മണത്തിന് തുടർ കുത്തലില്ല. പോടാ. മനോജേ, അമ്പലത്തിൽ അന്നദാനം തുടങ്ങിയോ? ഇല്ല സാറേ, 1 മണി ആകുന്നേ ഉള്ളൂ. ആ, ഓ. എന്റെ പൊന്നു സാർ, നമ്മളിവിടെ ഇരുന്ന ലീഡ് എങ്ങനെ കിട്ടാനാ? ഫീൽഡിൽ പോയാലേ ഡീറ്റെയിൽസ് എടുത്തുള്ളൂ. വെൽ ഡൺ ബൈ ബോയ്. നീ അമ്പലത്തിൽ ഓഫീസിൽ ചെന്നിട്ടേ ആ QR കോഡ് 100 രൂപ സ്കാൻ ചെയ്ത് ഇട്ട് കൊടുത്തേ. എന്നിട്ട് മേൽശാന്തി എന്നിട്ട് ലിസ്റ്റ് തരാൻ പറയണം. വാർഡ് ബാങ്കിലെ മനോജേട്ടൻ പറഞ്ഞിട്ട് അത് പ്രത്യേകം പറഞ്ഞേക്കണേ. അല്ല സാറേ, ഈ അമ്പലത്തിലെ ലിസ്റ്റും ബാങ്കിലും തമ്മിൽ എടാ, അതായത് ഈ അമ്പലത്തിൽ ഞായറാഴ്ചകൾ മാത്രം നടത്തുന്ന ചില പൂജകളുണ്ട്. അതിന് എല്ലാ ദിവസവും ആളുകൾ ഒന്ന് പേരും അഡ്രസ്സും കൊടുത്തിട്ട് പോകും. നമ്മളൊരു 100 രൂപ കൊടുക്കുമ്പോൾ ആ ലിസ്റ്റ് മേൽശാന്തി നമുക്ക് തരും. അത് നമ്മൾ മേൽശാന്തി നമ്മളൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്. പിന്നെ ആ തരുന്ന ലിസ്റ്റിൽ പേരിൻ്റെ കൂടെ ജന്മനക്ഷത്രം കാണും. അതെടുത്താൻ കളഞ്ഞേക്കണം. കഴിഞ്ഞ തവണ കൂടെ ഉണ്ടായിരുന്ന മണ്ടൻ ജന്മനക്ഷത്രം കൂടെ എൻ്റെ ബാങ്കിൻ്റെ ബുക്കിനകത്ത് എഴുതിയപ്പോഴാണ് എൻ്റെ ആ ബാങ്കിലെ ജോലി അങ്ങ് പോയത്. സാറേ, എന്നാലും ആയി കേട്ടോ.